എന്തുട്ടുണ്ട് ഈ മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കണേ? ഇതില് അജയേട്ടന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് കുറെ പേര് അജയേട്ടന് പ്രാന്താന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആ പറയുന്നവര് പറഞ്ഞോട്ടെ, ക്രിക്കറ്റ് ഒരു പ്രാന്തനെയാണ്, വേറെ നോക്കാനില്ല. എന്റെ കൂടെ കൂടിയപ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അജയേട്ടന് പ്രാന്തെന്നല്ല, അതൊരു അജയേട്ടന്റെ സിരകളിൽ ഓടുന്ന ഒരു അജയന്റെ അല്ല, അതായത് ക്രിക്കറ്റ് കളിക്കുന്ന ഓരോ വ്യക്തികളുടെ സിരകളിലും അങ്ങനെ തന്നെയായിരിക്കും. ഒരു വികാരമാണ് അത്. ഭ്രാന്തായിട്ട് ചിലവർക്ക് തോന്നാം, അല്ലെങ്കിൽ എന്താ പറയാ എന്താ പറയാ, എന്ത് വേണമെങ്കിലും പറയാം. നമുക്കൊരു വികാരമാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് വേറെ ലെവൽ. അത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ നിന്നോട് പറഞ്ഞിട്ടില്ല ഡയലോഗ് എന്നിട്ട്, ക്രിക്കറ്റിന് പോകുമ്പോ മാത്രം ഒന്നിനും തടസ്സം നിൽക്കരുത്. തടസ്സം നിൽക്കരുത്. നമ്മൾ ആകെ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റാണ്. അപ്പോൾ അതിന് പോകുമ്പോൾ മാത്രം എൻ്റെ കെട്ടിയോളെ, ഞാൻ ടൂർണമെന്റ് കളിക്കാൻ പോകുമ്പോഴും എന്ത് കളിക്കാൻ പോകുമ്പോഴും കെട്ടിയോളെ തടക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു വികാരമാണ്. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, മറ്റേ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട്, നൈറ്റ് ഷിഫ്റ്റ് അല്ല സെക്കൻഡ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഒരു 2 മണിക്കൂർ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വീണ്ടും 6 മണിക്ക് എനിക്ക് കളിക്കാൻ കൂടും. അതാണ് ക്രിക്കറ്റ്. അപ്പോൾ RCB ഇന്നലത്തെ വിജയത്തില് ആൾക്കാർ പ്രാന്തന്മാരെന്ന് വിളിക്കും. കാരണല്ലേ, RCB എന്ന് പറഞ്ഞ ഒരു വികാര, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിലുപരിയാ. പക്ഷെ അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കെട്ടിയോള് ഉയര്, RCB അതിനേക്കാൾ ഉയര്, ക്രിക്കറ്റ് അതിനേക്കാൾ ഉയര്. അപ്പൊ നാളത്തെ കളിയില് നമ്മള് പഞ്ചാബിന് പടച്ചിട്ട് ഫൈനലിൽ കയറൂട്ടാ. അപ്പൊ ഒന്നും നോക്കണ്ട, കെട്ടിയോളെ വിരിയട്ടങ്ങട് പോക്കാവടി. പ്രാന്തെങ്കിൽ പ്രാന്ത് എന്തെങ്കിലും ആവട്ടെ.